അഴിമതിയുടെയും കള്ളക്കടത്തിന്റെയും പേരിൽ മുഖ്യമന്ത്രിയും സിപിഎമ്മും കേരള ജനതയോട് മറുപടി പറയേണ്ടിവരുമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എം.ടി. രമേശ്. പുന്നിയൂർക്കുളം ആൽത്തറയിൽ നടത്തിയ വടക്കേക്കാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖം വികൃതമായ മുഖ്യമന്ത്രിയും സിപിഎമ്മും ഓരോ ദിവസം കഴിയുന്തോറും പരിഹാസ്യമായി കൊണ്ടിരിക്കുകയാണ്. ജനത്തിന്റെ പണം കൊള്ളയടിക്കുന്നവരാണ് ഇവരെന്നും കേരളത്തിലെ കുട്ടികളെ മയക്കുമരുന്നിനടിമകളാക്കി ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പണം കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ജീവിക്കുന്നതെന്നും ബിജെപി സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. തന്റെ ഓഫീസ് കള്ളക്കടത്ത് സംഘത്തിന്റെ കേന്ദ്രമായി മാറിയത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ കേരള ചരിത്രത്തിലെ കഴിവുകെട്ട മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ മുഖ്യമായിരിക്കുന്നു. അതിന് കണ്ണാടി തല്ലിപ്പൊട്ടിക്കിടുന്ന കാര്യം, അതിന് അന്വേഷണ കാര്യം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സിപിഎമ്മും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ജനങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസം കഴിയുന്നോറും പരിഹാസ്യമാവുകയാണ്. ജനങ്ങളെ പണം കൊള്ളയടിക്കുന്നവരാണ് ഇവരെന്ന് ജനത്തിന് ബോധ്യമാവുകയാണ്. ഘടനാവ് കട്ടുപിടിക്കുന്നവരാണ് ഇവരെന്ന് ജനത്തിന് ബോധ്യമാവുകയാണ്. ബുധനാഴ്ച കാലത്ത് ആൽത്തറയിൽ നടത്തിയ കൺവെൻഷനിൽ ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. പുന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിക്കുവേണ്ടി ദയാനന്ദൻ മാമ്പുള്ളി സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മോഹനൻ ഈച്ചിത്തറയെയും ഹാരാർപ്പണം ചെയ്തു. മണ്ഡലം ട്രഷററും പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായിരുന്ന ഷാജി തൃപ്പറ്റ് സ്വാഗതം പറഞ്ഞ കൺവെൻഷനിൽ ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി, ജില്ലാ സെക്രട്ടറി അനീഷ് മാസ്റ്റർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും ബിജെപി മണ്ഡലം സെക്രട്ടറിയുമായ മോഹനൻ ഈച്ചിത്തറ, ബിജെപി പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പർ സ്ഥാനാർത്ഥിയുമായ കെ.സി. രാജു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട്, പുന്നിയൂർക്കുളം പഞ്ചായത്തുകളിലെ ബിജെപി ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നിയൂർക്കുളം.